നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ നിരാശയാണ്. ഫലം 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ചർച്ചകളിൽ പുരോഗതി എന്ന നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് പല ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. തൃശൂർ ജില്ലയിൽ അവധിയുമുണ്ട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കെല്ലാം എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സമാധാന ധാരണയിലെത്താതെ അലാസ്ക ഉച്ചകോടി. 3 മണിക്കൂർ നീണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തൽ കരാറായില്ല. ചർച്ചകളിൽ പുരോഗതി എന്ന ട്രംപ്, ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയമെന്ന പുടിൻ. യുക്രൈൻ സഹോദര രാഷ്ട്രമെന്നും റഷ്യൻ പ്രസിഡന്റ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം. കുട്ടി അടുത്തുള്ള കുളത്തിൽ കുളിച്ചിരുന്നുവെന്ന ബന്ധുക്കൾ. ആരോഗ്യവകുപ്പ് സാമ്പിൾ ശേഖരിക്കും. പനിയുള്ള കുട്ടിയുടെ സഹോദരങ്ങളും സഹപാഠിയും മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കുമെതിരെ കടുത്ത നിലപാടുമായി BJP. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് ഭരണഘടനയെയും സൈന്യത്തെയും അപമാനിച്ചുവെന്ന ആക്ഷേപം. നരേന്ദ്രമോദിയുടെ RSS അനുകൂല പരാമർശം ആയുധമാക്കി കോൺഗ്രസ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 100-ലധികം പേർക്കായി ഇന്നും തെരച്ചിൽ. ലൈഫ് ഭവന പദ്ധതിക്കായി സ്വന്തം വീട് പൊളിച്ചുമാറ്റി പെരുവഴിയിലായി ഇടുക്കി. കാഞ്ചിയാറിലെ സജിയും കുടുംബവും ഭാര്യയും 3 പെൺകുട്ടികളും ഉൾപ്പെടുന്നവർ അന്തിയുറങ്ങുന്നത് താൽക്കാലികമായി കെട്ടിപ്പൊക്കിയ പ്ലാസ്റ്റിക് ഷെഡിൽ. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിന് ആവേശത്തുടക്കം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബോൺമൌത്തിനെതിരെ ലിവർപൂളിന് മിന്നും ജയം. സ്പാനിഷ് ലീഗിൽ ജെറോണയെ വീഴ്ത്തി റയോ വെല്ലക്കാനോ. ഇന്ന് ബ്ലാസ്റ്റേഴ്സും മാഞ്ചസ്റ്റർ സിറ്റിയും കളത്തിൽ. ഫ്രഞ്ച് ലീഗിൽ ആദ്യ ജയം സ്വന്തമാക്കി റെനേഴ്സ്. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കെതിരെ നിലപാട് കടുപ്പിച്ച് BJP. രാഹുൽ ഗാന്ധി ഭരണഘടനയെയും സൈന്യത്തെയും അപമാനിച്ചു എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങളുടെ ശക്തി കുറയ്ക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് BJP കണക്കുകൂട്ടുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ RSS അനുകൂല പരാമർശം ആയുധമാക്കുകയാണ് കോൺഗ്രസ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഈ വോട്ടർ പട്ടിക ആരോപണത്തിന് പിന്നാലെ BJPയും ശക്തമായ ആരോപണങ്ങളുമായി കോൺഗ്രസിനെതിരെ വന്നിട്ടുണ്ട്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ശ്രീകാർത്തിക, ചെങ്കോട്ടയിൽ സാധാരണഗതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നത് പതിവാണ്. പക്ഷേ ഇന്നലത്തെ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ വിട്ടുനിന്നതാണ് BJP ആയുധമാക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ പ്രധാന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി, അത് രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്, ഭരണഘടനാ പദവിയാണ്. അത്തരമൊരു പദവിയിലിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായും BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല, മുൻപ് പല വിഷയങ്ങളിലും, അത് ഓപ്പറേഷൻ സിന്ദൂരാണെങ്കിലും പഹൽഗാം ആക്രമണമാണെങ്കിലും അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സാമ്പത്തിക തീരുവ പ്രശ്നങ്ങളുമാണെങ്കിലും എല്ലാം തന്നെ രാജ്യത്തിന് എതിരായ നിലപാട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എടുത്തു എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നിലപാട് ഉയർത്തിക്കൊണ്ട്, അതായത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരായ നിലപാട് ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അത് BJP ദേശീയ തലത്തിൽ മാത്രമല്ല, മറ്റ് പല തലത്തിലേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള BJP നേതാക്കൾ പോലും, അവിടുത്തെ സംസ്ഥാന അധ്യക്ഷരടക്കമുള്ള നേതാക്കൾ, MP-മാരടക്കം, അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം നിലപാടുകൾ ആയുധമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും മറ്റൊന്ന്, നിലവിൽ രാജ്യ തലസ്ഥാനത്തടക്കം അതോടൊപ്പം തന്നെ ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ വിഷയങ്ങളടക്കം ആയുധമാക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലാണ് BJP അടക്കം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിഷയം BJPക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് BJP
BJP തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതിൽ പങ്കെടുത്തില്ല, വിട്ടുനിന്നു എന്ന സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുക്കാത്തതിനെ സംബന്ധിച്ച് കൃത്യമായൊരു മറുപടിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. മാത്രമല്ല BJPയുടെ ആരോപണങ്ങൾക്കും കോൺഗ്രസ് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. BJPയാണ് സംഘടിതമായി കേന്ദ്രമന്ത്രിമാർ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ വളരെ സംഘടിതമായി തന്നെയാണ് BL സന്തോഷ് അടക്കമുള്ള ആളുകൾ ഇന്നലെ തന്നെ രംഗത്തെത്തുകയും ഇത്തരം നിലപാടുകൾ എന്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞു വെക്കുന്നത്. കാരണം രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നവർക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇക്കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി തന്നെ ഇതിനെ കാണേണ്ടി വരും എന്ന് തന്നെയാണ് BJP നിലപാടെടുക്കുന്നത്. അതേസമയം തന്നെയാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ സേവനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ പറഞ്ഞത്. മാത്രമല്ല ഈ കഴിഞ്ഞ 100 വർഷം രാജ്യത്തിന് വേണ്ടി RSS നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിലപാട് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. മാത്രമല്ല സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു തലത്തിലും RSSന്റെ പങ്കാളിത്തം ഉണ്ടായില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ച് ഇതുവരെ വലിയ പ്രതിസന്ധിയിലാണ് അവർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതിസന്ധി മറികടക്കാനൊരു ചെറിയ പിടിവള്ളിയായി തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. അത് വളരെ കൃത്യമായി BJPയുടെ സംഘടനാ സംവിധാനം ഒപ്പം തന്നെ നേതാക്കളുടെ നിലപാടും കൊണ്ട് വളരെ കൃത്യമായി തന്നെ അത് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളാകെ തന്നെ കാണാൻ കഴിയുന്നത്. ശ്രീകാർത്തിക. ശരി പ്രശാന്ത്, വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി BJPയും കോൺഗ്രസും ദേശീയ തലത്തിൽ മുന്നോട്ട് പോകുക തന്നെയാണ്. KK പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന സ്ഥിരീകരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചു. വിശദാംശങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ലക്ഷ്മി, ഇപ്പോൾ ഏറ്റവും വൈകിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കുട്ടിയുടെ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുട്ടിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? ശ്രീകാർത്തിക, ബുധനാഴ്ചയോടെയാണ് സ്കൂൾ വിട്ട് വന്ന് കുട്ടിക്ക് ചെറിയ രീതിയിൽ പനി അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് അടുത്തുള്ള താമരശ്ശേരിയിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വായിൽ നിന്ന് നുരയും പതയൊക്കെ വന്നതിനെ തുടർന്നാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ അവിടേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ വ്യാഴാഴ്ച കുട്ടി മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിൻ്റെ കാരണം എന്തെന്നുള്ള രീതിയിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് സ്രവം പരിശോധനയ്ക്കായിട്ട് അയച്ചത്. ഇതേ തുടർന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ ലാബിൽ പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന സ്ഥിരീകരണം എത്തിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ ഒരു പരിശോധനയിൽ മാത്രമേ കൂടുതൽ വ്യക്തത, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം കുട്ടി അതായത് ഈ ഒരു ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ കുട്ടി അടുത്തുള്ള കുളത്തിൽ കുളിച്ചിരുന്നതായും മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന സംശയം വരികയും ഇതേ തുടർന്ന് ലാബിൽ പരിശോധന നടത്തുകയും ചെയ്തത്. അതേസമയം കുട്ടിയുടെ സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ സഹപാഠിക്കും ഇത്തരത്തിലൊരു പനി അനുഭവപ്പെടുന്നുണ്ട്. ഇതേ തുടർന്ന് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇനി കൂടുതൽ വ്യക്തത, അതായത് കുട്ടി ഈ ചികിത്സയിൽ കഴിയുന്നവർക്കും ഇത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. അതേസമയം കുട്ടിക്ക് നിപ്പയാണോ എന്നുള്ള ഒരു സംശയത്തെ തുടർന്ന് ഇതിൻ്റെ പരിശോധനയും നടത്തിയിരുന്നു. ഇതേ തുടർന്ന് നിപ്പയല്ല, അതിൻ്റെ പരിശോധന ഫലം നെഗറ്റീവായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ, അതായത് നിപ്പ കേസുകളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ മുന്നേ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിപ്പ പരിശോധനയും നടത്തിയിരുന്നു. ഏതായാലും കൂടുതൽ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത, അതായത് ഈ ഒരു സ്ഥിരീകരണത്തിൽ കൂടി കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ ഒരു ആന്തരിക അവയവത്തിന്റെ ഫലം കൂടി വരേണ്ടതുണ്ട്. ശ്രീകാർത്തിക. ശരി, കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് കല്ലായി പുഴയിൽ വീണ്ടും കയ്യേറ്റം. റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ജണ്ടകൾ പലയിടത്തും തകർന്ന നിലയിലാണ്. കയ്യേറ്റക്കാർക്കെതിരെ കോർപ്പറേഷൻ നടപടി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. 400 മീറ്ററിലധികം വീതിയുള്ളതായിരുന്നു കല്ലായിപ്പുഴ. എന്നാൽ ഇപ്പോൾ പലയിടത്തും 50 മീറ്റർ പോലും വീതിയില്ല. കല്ലായി പാലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് വ്യാപകമായ കയ്യേറ്റം കണ്ടെത്തിയിട്ടുള്ളത്.
വൻകിട മരമില്ലുകളും സമീപത്തെ ഭൂവുടമകളുമാണ് കയ്യേറ്റക്കാരെന്നാണ് ആരോപണം. കല്ലായിപ്പുഴയുടെ പുറമ്പോക്കുൾപ്പെടെ 23 ഏക്കർ സ്ഥലം കയ്യേറ്റക്കാരുടെ പിടിയിലെന്നാണ് ഔദ്യോഗിക കണക്ക്. പുഴ സംരക്ഷണ സമിതി നിയമയുദ്ധം തുടർന്നതോടെ കയ്യേറ്റം ഒഴിപ്പിച്ചില്ലെങ്കിലും റവന്യൂ വകുപ്പ് 100 ജണ്ടകൾ സ്ഥാപിച്ചിരുന്നു. ജണ്ടകൾ പലയിടത്തും കയ്യേറ്റ ലോബി തകർത്തിട്ടുണ്ട്. ജണ്ട പൊളിക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ കയ്യേറ്റക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞങ്ങൾ കണ്ട ജണ്ട പൊളിച്ച ഭാഗങ്ങളൊക്കെ മെയിൻ കയ്യേറ്റക്കാരുടെ സ്ഥലങ്ങളാണ്. അതാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളിത് ശക്തമായിട്ട് കല്ലായിപ്പോയ സംരക്ഷണ സമിതി ശക്തമായ സമരത്തിലൂടെയും ഹൈക്കോടതിയിൽ കേസ് വാങ്ങിയും അങ്ങനെ കേസ് നടത്തിയും മുന്നോട്ട് പോയിട്ട് ഞങ്ങളുടെ സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും ഒരുമിച്ച് കൊണ്ട് നമ്മുടെ അന്നത്തെ കലക്ടർ ജോസ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ 100ഓളം ജണ്ടകൾ കയ്യേറ്റ ഭൂമിക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ജണ്ടകൾ തകർത്തിട്ടും കോർപ്പറേഷൻ അധികൃതർ ഇതുവരെ അനങ്ങിയിട്ടില്ല. കൈമടക്ക് കൃത്യമായി ചെല്ലുന്നതിനാൽ ഉദ്യോഗസ്ഥർ പലപ്പോഴും കയ്യേറ്റക്കാർക്കൊപ്പമാണ് നിൽക്കാറുള്ളതെന്ന് കല്ലായിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. കയ്യേറ്റക്കാർക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് പുഴ സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഭരണാധികാരികളുടെ തണലിലാണ് കല്ലായിൽ കയ്യേറ്റ മാഫിയ വളർന്നത്. അതിർത്തി നിശ്ചയിച്ച് സ്ഥാപിച്ച ജണ്ട പോലും തകർത്തുകൊണ്ട് കയ്യേറ്റം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമ്പോഴും അധികൃതർ മൗനത്തിലാണിവിടെ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കല്ലായിപ്പുഴ സംരക്ഷണ സമിതിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. എന്തെങ്കിലും ഒരു കയ്യേറ്റം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കയ്യേറിയ ആളുകളെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കോർപ്പറേഷനാണ് അതിന് നടപടി സ്വീകരിക്കേണ്ടത് എന്നാണ് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, തഹസിൽദാരൊക്കെ പറയുന്നത്. അതേ അവസരത്തിൽ കോർപ്പറേഷനെയാണ് സമീപിക്കുന്നതെന്നുണ്ടെങ്കിലോ അവർ പറയുന്നത് ഇത് റവന്യൂ വകുപ്പിനെ നിങ്ങൾ പോയി സമീപിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് ശരിക്കും മുതലാക്കുന്നുണ്ട് കയ്യേറ്റക്കാർ. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കല്ലായി പാലത്തിൻ്റെ അടുത്തൊക്കെ ഏറ്റവും വലിയ കയ്യേറ്റം 10-30 സെൻറ്റ് സ്ഥലം കയ്യേറിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന് എല്ലാ രേഖകളും ഉണ്ടായിട്ട് പോലും ഒരു നടപടി ചെയ്യാൻ കോഴിക്കോട് കോർപ്പറേഷനോ റവന്യൂ വകുപ്പോ ഇതേവരെ തയ്യാറായിട്ടില്ല. ചില ഉദ്യോഗസ്ഥന്മാർ കയ്യേറ്റക്കാർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് കല്ലായിൽ ഇപ്പോൾ നമ്മുടെ ജണ്ട പോലും തകർന്നത്. ശരിക്കും റവന്യൂ ഭൂമി സംരക്ഷിക്കപ്പെടേണ്ടത് ഉദ്യോഗസ്ഥരെ, ഈ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ 3 വർഷമാണ് നിൽക്കുന്നത്. അവൻ ഇവരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അയാൾ മാറിപ്പോവാണ്. പിന്നീട് പുതിയ ഉദ്യോഗസ്ഥന് അയാൾ ഇതേ പല്ലവിയാണ് തുടരുന്നത്. ഇതുകൊണ്ട് വർഷങ്ങളായി ഏതാണ്ട് 18 വർഷങ്ങളായി കല്ലായിപ്പുഴയുടെ നവീകരണ പ്രവൃത്തി തന്നെ ആരംഭിച്ചിട്ട്. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും എസ് വിനേഷ് കുമാർ നൽകും. വിനേഷ്, ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് പലതരം ചോദ്യങ്ങളാണ്. കല്ലായിപ്പുഴയോരത്ത് കയ്യേറ്റം കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒഴിപ്പിക്കാത്തത്? ഒരു നടപടിയും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അത്രത്തോളം സ്വാധീനമുള്ളവരാണോ ഈ കയ്യേറ്റക്കാർ? അശ്വതി, വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് ഇവിടെ ഒരു ജണ്ട സ്ഥാപിക്കാനെങ്കിലും അധികൃതർ തയ്യാറായത്. പക്ഷേ ആ ജണ്ട പോലും ഇപ്പോൾ തകർക്കുന്ന രീതിയിലേക്ക് ഇവിടെ ഈ കയ്യേറ്റ മാഫിയ വളർന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും ഇവിടുത്തെ ഭൂവുടമകളാണ്. അവർക്ക് വലിയ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഭരണകക്ഷിയിലും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷിയിലും എല്ലാം തന്നെ വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കോർപ്പറേഷൻ പലപ്പോഴും ഇതിൽ നടപടിയെടുക്കാറില്ല. കാരണം കോടതിയെ സമീപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ വലിയ നിയമയുദ്ധം നടത്തിയിട്ടാണ് ഇവിടെ ജണ്ട സ്ഥാപിക്കാനെങ്കിലും റവന്യൂ വകുപ്പ് അധികൃതർ തയ്യാറായത്. ആ ജണ്ട 100 ജണ്ടകൾ സ്ഥാപിച്ചതിൽ ഏറെക്കുറെയുള്ള ജണ്ടകളെല്ലാം തന്നെ ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം. നമുക്കറിയാം, കല്ലായിപ്പുഴ വലിയ വീതിയിൽ വളരെ വിശാലമായി കോഴിക്കോട് നഗരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പല സ്ഥലത്തും ഇത് നീർച്ചാല് പോലെ ചുരുങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും കയ്യേറ്റം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാവുന്നതാണ്. പക്ഷേ എന്തായാലും ഇതിലൊരു നടപടി എടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് കോർപ്പറേഷൻ അധികൃതർ മുന്നോട്ട് പോകുന്നില്ല. ഇനി എന്തായാലും വേണ്ടി വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഈ കല്ലായിപ്പുഴ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി അവർ മുന്നോട്ട് പോകും. എങ്കിലും ഈ കഴിഞ്ഞ ഒരു ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവരുടെ കയ്യേറ്റത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നത്. അശ്വതി. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. സമാധാന കരാറിലെത്താതെ അലാസ്ക ഉച്ചകോടി. 3 മണിക്കൂർ നീണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തലിൽ ധാരണയായില്ല. ചർച്ചകളിൽ പുരോഗതിയെന്ന് ട്രംപ് അറിയിച്ചു. യുക്രൈൻ സഹോദര രാജ്യമെന്ന് വ്ളാഡിമിർ പുടിൻ. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ യുഎസിന്റെ സമ്മർദ്ദം മുറുകുന്ന പശ്ചാത്തലത്തിലായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച.
അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇരു രാജ്യങ്ങളും പങ്കുവച്ചത്. പല കാര്യങ്ങളിലും ധാരണയായെന്നും നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. Agreed on most of them, I would say. A couple of big ones that we haven't quite got there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിച്ചു. രണ്ടാം ഘട്ട ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ പങ്കെടുത്തു. പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോയും പങ്കെടുത്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ വ്യോമതാവളത്തിലെത്തിയ പുടിനെ ട്രംപ് സ്വീകരിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയ്ക്കെത്തിയത്. അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. BJP പാർലമെന്ററി ബോർഡ് യോഗം നാളെ ചേരും. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. VK സക്സേന, മനോജ് സിൻഹ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് സിംഗ് എന്നീ പേരുകൾ പരിഗണനയിലുണ്ട്. 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സെപ്റ്റംബർ 9-നാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴും സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, ജഗദീപ് ധൻഖർ പദവി ഒഴിഞ്ഞ ആ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. പാർലമെന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് 9-ാം തീയതി രാവിലെ 10 മണി മുതൽ 5 മണി വരെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ നടപടികളിലേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പലതവണ കൂടിയാലോചനകൾ BJP നടത്തിയെങ്കിലും ഒരു ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഈ പേരുകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ആരാണ് സ്ഥാനാർത്ഥിയെന്ന് കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഏകകണ്ഠമായാണ് NDA മീറ്റിംഗ് അവസാനിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഇപ്പോൾ പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. വൈകിട്ട് 6 മണിക്കാണ് BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരുന്നത്. ആ യോഗത്തിലാണ് പ്രധാനമായും തീരുമാനം കൈക്കൊള്ളുക. അതിനുശേഷം 20-ാം തീയതി NDA യോഗവും ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് ഇതിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുള്ള, അതായത് രാഷ്ട്രീയക്കാരനായാൽ BJPയുടെ ഉള്ളിൽ നിന്നുള്ള ഒരാൾ തന്നെ ഈ പദവിയിലേക്ക് എത്തണം എന്നുള്ള സാഹചര്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ VK സക്സേന അടക്കമുള്ള പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ മുൻ ഉപരാഷ്ട്രപതി കൂടിയായ വെങ്കയ്യ നായിഡുവിന്റെ പേരും ഇപ്പോൾ വീണ്ടും പരിഗണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ജഗദീപ് ധൻഖർ ഈ പദവി ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആരുടെയൊക്കെ പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കാനുള്ളത്. മറ്റ് മുൻ ഗവർണർമാരുടെ പേരുകൾ കൂടി BJP ദേശീയ നേതൃത്വം പരിഗണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരാകണം എന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സഖ്യകക്ഷി പ്രതിപക്ഷ പാർട്ടികളുമായുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി ഒന്നിച്ചിരുന്ന ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച യോഗം ചേരും എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ വ്യക്തമാക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരിക്കും യോഗം എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJPക്ക് അപ്രമാദിത്യമുള്ള സഭാ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കയില്ല. പക്ഷേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്ന നിലയിലേക്കാണ് BJP കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തരുത്, അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം, ഏകകണ്ഠമായി തന്നെ ഒരു മുന്നോട്ട് പോക്ക് വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ശരി, KK പ്രശാന്താണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വോട്ടർ പട്ടിക ക്രമക്കേടിനും പരിഷ്കരണത്തിനുമെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര നാളെ 23 ജില്ലകളിലെ 50 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. നാളെ തുടങ്ങുന്ന യാത്ര സെപ്റ്റംബർ 1-നാണ് അവസാനിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ഇന്ത്യ സഖ്യം നേതാക്കളും യാത്രയുടെ ഭാഗമാകും. സസ്രം മേഖലയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ RJD നേതാവ് തേജസ്വി യാദവ് പങ്കെടുക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇനി സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്
പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും അവധി ബാധകമാണ്. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 60 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 116 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് ജമ്മു കശ്മീർ DGP നളിൻ പ്രഭാത് പറഞ്ഞു. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല. 1000-ലധികം ആളുകൾ അപകട സമയത്ത് കിഷ്ത്വാർ പ്രദേശത്തുണ്ടായിരുന്നതായാണ് വിവരം. കാളിമാതാ ക്ഷേത്രത്തിലേക്ക് പോകാനായി എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അപകടസ്ഥലം സന്ദർശിച്ചിരുന്നു. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. 4 മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്കായി സ്വന്തം വീട് പൊളിച്ചുമാറ്റി പെരുവഴിയിലായ കുടുംബമാണ് ഇടുക്കി കാഞ്ചിയാറിലെ സജിയുടേത്. ഭാര്യയും 3 പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബം താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പ്ലാസ്റ്റിക് ഷെഡിലാണ് ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. ഇടുക്കി കാഞ്ചിയാർ കോഴിമല സ്വദേശിയാണ് സജി. 45 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. 5 വർഷം മുമ്പ് ലൈഫ് ഭവന പദ്ധതിക്കായി അപേക്ഷ നൽകി. ഗ്രാമസഭ അംഗീകരിച്ചതോടെ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. രേഖകളിൽ തേക്ക് പ്ലാന്റേഷനായതിനാൽ വനംവകുപ്പിൽ നിന്നുള്ള നിരാക്ഷേപ പത്രവും വാങ്ങി. പിന്നെ അടച്ചുറപ്പുള്ള പുതിയ വീട് സ്വപ്നം കണ്ട് നിലവിലുള്ള വീട് പൊളിച്ചു. പുതിയ വീടിന് തറകെട്ടി. അപ്പോഴേക്കും നിയമപ്രശ്നങ്ങൾ വില്ലനായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ നിരാക്ഷേപ പത്രം അവർ തന്നെ തിരികെ വാങ്ങി. സജിയും കുടുംബവും പെരുവഴിയിലായി. ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് ഒരു NOC വേണം, പഞ്ചായത്തിന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗത്ത് നമുക്ക് NOC കിട്ടുകയും ചെയ്തിരുന്നു. നമ്മൾ പെർമിറ്റ് ചെന്ന് കഴിഞ്ഞപ്പം NOC ഫോറസ്റ്റുകാർ റദ്ദ് ചെയ്തു. അതാണ് പ്രശ്നം. 5 വർഷമായി വീടിനായി മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ ഇവരുടെ കണ്ണീരു കാണാൻ ആരുമില്ല. ഒരടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസം ഞങ്ങളെല്ലാ വഴിയും നോക്കുന്നുണ്ട്. ഫോറസ്റ്റുകാർ വനമാണെന്ന് പറയുന്നു, ട്രൈബലാണെന്ന് പറയുന്നു. ഇതൊന്നുമല്ല യഥാർത്ഥ അവസ്ഥ. ഒരിടത്തും ഞങ്ങൾ പോയി പല രേഖകളും അന്വേഷിച്ച ഒരിടത്തും രേഖയില്ല. ഏതൊരാളിന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട്. ഈ കുടുംബത്തിന്റെ ആ സ്വപ്നമാണ് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഫയലുകൾക്കിടയിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഇത്തരം ജീവിതങ്ങൾ കാണാൻ ഭരണകൂടങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് വൻ MDMA വേട്ട. 236 ഗ്രാം MDMAയുമായി കോഴിക്കോട് മാത്തോട്ടം സ്വദേശി മുഹമ്മദ് സഹദ് ഡാൻസാഫിന്റെ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ച MDMAയാണ് പിടികൂടിയത്. അതേസമയം സഹായിയായ മുഹമ്മദ് ഫായിസിനായി അന്വേഷണം തുടരുകയാണ്. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-Martന്റെ 61ാമത് ഷോറൂം തൃശൂർ പൂത്തോളിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പൂത്തോളിലെ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിക്കും. ഓണക്കാല ഓഫറുകളുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഷോറൂമുകളിൽ നിന്നും 2025 ജൂലൈ 20 മുതൽ 2026 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ G-Mart വക്കാലക്ക ഓഫറിലൂടെ വലിയ സമ്മാന നിരയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ, 150 LED TVകൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 റെഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാനുള്ള അവസരവുമാണ് നന്ദിലത്ത് G-Mart ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, C. സുബൈർ PA, അഡ്മിനിസ്ട്രേഷൻ മാനേജർ ജോയ് NP എന്നിവർ പങ്കെടുത്തു. പ്രീമിയം ബ്രാൻഡ് വാച്ചുകളുടെ എക്സിബിഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തലശ്ശേരി ഷോറൂം. സെപ്റ്റംബർ 5 വരെ നീണ്ടുനിൽക്കുന്ന എക്സിബിഷനാണ് തുടക്കമായിരിക്കുന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. റാഡോ, സീക്കോ, ഫോസിൽ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ ശേഖരമാണ് എക്സിബിഷനിൽ ഉള്ളത്. മികച്ച ഓഫറുകളും ടൈം അൺവെയിൽഡ് എന്ന പേരിട്ടിരിക്കുന്ന എക്സിബിഷനിൽ നൽകുന്നുണ്ട്. ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുള്ള വാച്ചുകൾ 20 മുതൽ 50% വരെ വിലക്കുറവിൽ വാങ്ങാം. ലക്ഷറി വാച്ചുകളുടെ ഡിമാൻഡുകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം എക്സിബിഷന്റെ പ്രസക്തി വളരെ വലുതാണെന്ന് മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസർ അറിയിച്ചു. എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ വിവിധ വാച്ചുകളുടെ ബ്രാൻഡുകളായി 20ഓളം ബ്രാൻഡുകളുടെ റാഡോ,
അതുപോലെ ലോഞ്ചിൻസ്, ടിസോട്ട്, കാർട്ടിയർ മുതലായുള്ള 20ഓളം ബ്രാൻഡുകളുടെ അപൂർവ ശേഖരവും എക്സിബിഷൻ കം സെയിൽ ഈ ഒരു ഓഫർ ദിവസങ്ങളിൽ വരുന്ന 15 ദിവസങ്ങളിൽ ഞങ്ങൾ ഈ തലശ്ശേരി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, പോയ വാരം വിപണി എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ആഴ്ച നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. മുൻനിര ഓഹരി സൂചികളിൽ 1% നേട്ടമുണ്ടായപ്പോൾ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ കാര്യമായ നേട്ടമുണ്ടായതുമില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തുടർച്ചയായി വിപണിയിൽ നഷ്ടം ആവർത്തിച്ച സമയത്ത് ഈ ഒരാഴ്ച മാത്രമാണ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുമുണ്ടായിട്ടുള്ള നിക്ഷേപം തന്നെയാണ്. മുൻനിര ഓഹരി സൂചികയായ നിഫ്റ്റി 24,500 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു നിക്ഷേപ താല്പര്യം തുടരുകയും 24,800 എന്ന പ്രധാന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. അതിൻ്റെ കഴിഞ്ഞ ദിവസം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വിപണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമാവാതിരുന്നത് ഈ ഒരു വിപണിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാത്തിടത്തോളം അത് വിപണിക്ക് അനുകൂലമായ ഒരു നീക്കത്തിന് സാധ്യത കാണുന്നുമില്ല. എന്തായാലും അമൃത ടിവിയുടെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കുക്കറി റിയാലിറ്റി ഷോ ഇന്ന് കോട്ടയത്ത് നടക്കും. അമ്മമാരും കുട്ടികളും പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏറ്റുമാനൂർ ഗ്രാൻഡ് അരീനയിലാണ് നടക്കുന്നത്. അമ്മയും കുട്ടികളുമായുള്ള ഊഷ്മള ബന്ധത്തെ പരിപോഷിപ്പിക്കാനും പാചകകല പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സിനിമ ടെലിവിഷൻ താരവും അമൃത ടിവിയുടെ ആനീസ് കിച്ചൺ പ്രോഗ്രാമിലെ അവതാരകയുമായ ആനി വിധികർത്താവാകും. വൈകുന്നേരം 3:30 മുതൽ അമൃത ആഘോഷം കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. നടി ശ്വേതാ മേനോൻ, സംഗീത സംവിധായകൻ ശരത്, പിന്നണി ഗായിക മഞ്ജരി തുടങ്ങിയവരും അമൃത ടിവിയിലെ വിവിധ ജനപ്രിയ പ്രോഗ്രാമുകളിലെ താരങ്ങൾ ഉൾപ്പെടെ നിരവധി മിനി സ്ക്രീൻ താരങ്ങളും പങ്കെടുക്കും. കൊല്ലത്ത് വയോധികയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. മിയന്നൂർ സ്വദേശി അനൂജാണ് പിടിയിലായത്. ക്ഷേത്രത്തിൽ പോയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയ 65-കാരിയാണ് അതിക്രമത്തിന് ഇരയായത്. വീട്ടിലേക്ക് പോകും വഴി പിന്തുടർന്നെത്തിയ യുവാവ് വയോധികയെ ഉപദ്രവിക്കുകയായിരുന്നു. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ഇയാൾ ലഹരിക്ക് അടിമയെന്ന് പോലീസ് പറഞ്ഞു. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സെപ്റ്റംബർ മാസം ആദ്യ വാരത്തോടുകൂടി ഈ ചട്ടങ്ങൾ നിലവിൽ വരുമെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു. തൊള്ളായിരത്തി 93 ഭൂപതിവ് നിയമം അനുസരിച്ച് നൽകപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ നിരോധനം എന്ന നിലയിൽ തടസ്സങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടി വന്നത്. ആ നിയമനിർമ്മാണത്തിന് ശേഷമുള്ള ചട്ടങ്ങളുടെ രൂപീകരണം ഭൂപതിവ് ഭേദഗതി നിയമത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചെന്ന് മാത്രമല്ല അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഓഗസ്റ്റ് മാസം അല്ലെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി ആ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടുകൂടി നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉന്മേഷം ഉണ്ടാവും. അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് മാറ്റം ഉണ്ടാവും. അത് ഇടുക്കിയുടെ പൊതു ഡെവലപ്മെന്റ്സിനും സംസ്ഥാനത്തൊട്ടാകെയും ഈ ചട്ടപ്രകാരം കിട്ടിയിട്ടുള്ള ഭൂമിയിൽ അന്വേഷിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പരിഹരിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഈ നിയോജക മണ്ഡലത്തിനുള്ളൊരു പ്രതിനിധി എന്ന നിലയിലും മണിയാശനെ പോലുള്ള സിനിമയുടെ നേതാക്കന്മാരുടെ ഇടപെടലുകളും തീർച്ചയായിട്ടും ഇതിൽ വലിയ ആക്കം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയാവുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ഏറെക്കാലങ്ങളായി 6 പതിറ്റാണ്ടിലേറെ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെ എന്ന് മാത്രമല്ല 99% പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആ ബില്ല്. പഴുത്തു നിൽക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ കണ്ടാൽ കൊതി തോന്നാത്തവരായി ആരുമില്ല. എന്നാൽ മധുരമേറിയ റംബൂട്ടാൻ പഴങ്ങൾ കർഷകർക്ക് നൽകുന്നത് കൈപ്പേറിയ അനുഭവമാണ്. ന്യായമായ വില ലഭിക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. മെയ് മാസം അവസാനം മുതൽ ജൂൺ ജൂലൈ മാസങ്ങളും പരമാവധി ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ പകുതിയും വരെയാണ് റംബൂട്ടാന്റെ വിളവെടുപ്പ് കാലം. മാധുര്യമേറിയതും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ റംബൂട്ടാൻ കൃഷി കഴിഞ്ഞ കാലങ്ങളിൽ കർഷകർക്കും ഏറെ ആദായകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ 2-3 വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള വില തകർച്ച കർഷകരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം നമ്മുടെ ഇവിടെ ഇതിനുള്ള കച്ചവടക്കാർ ഇല്ലാത്തതാണ്.
തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ കരാറുകാർ എത്തി ഒരു വില നിശ്ചയിച്ച് പക്ഷികളുടെയും മറ്റും ശല്യം ഒഴിവാക്കാൻ മരങ്ങളിൽ വലയിട്ട് സംരക്ഷിക്കുകയും റംബുട്ടാൻ പാകമാകുമ്പോൾ വില നൽകി വിളവെടുക്കുകയുമായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ കരാറുകാർ വന്ന് വലയിട്ട് പോയെങ്കിലും പഴങ്ങൾ പാകമായിട്ടും വിളവെടുക്കാൻ പോലും വരാത്ത സ്ഥിതിയാണുള്ളത്. ആണ്ടിലൊരിക്കലാണ് ഇതുണ്ടാകുന്നത്. ഉണ്ടാകുമ്പോൾ നമുക്കൊരു നല്ലൊരു വരുമാനം കിട്ടുന്നതാണ്. പക്ഷേ കർഷകർക്ക് അതിപ്പോൾ ഇല്ലാതായി. ഇപ്പം തന്നെ നമ്മളിരിക്കുന്ന ഈ മരം തന്നെ അവർ വലയിട്ടിട്ട് പോയി. ഇതുവരെ അവർ പറിക്കാൻ മതിയില്ല, എല്ലാം പഴുത്ത് തന്നെ ഇരുന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം നമ്മുടെ വരുന്ന സർക്കാരുകൾ ഇതറിഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി ഒന്നുകിൽ കൃഷിഭവൻ അല്ലെങ്കിൽ ഹോർട്ടികോർപ്പ് അങ്ങനെയുള്ളവർ ഇത് കർഷകരിൽ നിന്ന് അവരിത് സംഭരിച്ചെടുത്താൽ കർഷകനൊരു പ്രയോജനവും ഈ ഇടനിലക്കാരായി നിന്ന് ചൂഷണം ചെയ്യുന്ന മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്ന് ചൂഷണം ചെയ്ത് അവർ കൊണ്ടുപോയും കർഷകന് തീരെ വില കിട്ടാതെ ആവുകയും ചെയ്യും. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത്. ഹ്രസ്വമായ വിളവെടുപ്പ് കാലത്തിൽ ധാരാളം വിളവ് തരുന്ന റംബുട്ടാൻ സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയും. എന്നാൽ കരാറുകാർക്ക് വിളവെടുക്കാൻ ജോലിക്കാരെ കിട്ടാത്തതും ഇടക്കാലത്തുണ്ടായ നിപ ഭീതിയുമാണ് റംബുട്ടാൻ പഴങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് പ്രധാനമായും കാരണമായിട്ടുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് CPI. സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം ലഭിക്കുന്നുവെന്നും പോലീസുകാർ അമിതാധികാരം ഉപയോഗിക്കുന്നുവെന്നും തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങളാണ് CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശനമുയർത്തി. കൊടും കുറ്റവാളികൾക്ക് സംസ്ഥാനത്ത് സംരക്ഷണം, കൊടിസുനിക്ക് ജയിൽ, വിശ്രമ കേന്ദ്രം തുടങ്ങി കടുത്ത ഭാഷയിലാണ് ആഭ്യന്തര വകുപ്പിനെ CPI വിമർശിക്കുന്നത്. കാപ്പ, പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം നൽകുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്നും ADGP MR അജിത് കുമാറിനെ പോലെയുള്ളവർ മന്ത്രിമാരെ പോലും വകവയ്ക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുവാക്കളെ UAPA ചുമത്തുകയും സ്ഥിരമായി ജയിലിലിടുകയും ചെയ്യുന്നതാവരുത് ഇടത് സർക്കാർ എന്ന് ഉദ്ഘാടകനായ ബിനോയ് വിശ്വം വിമർശിച്ചു. ജയിലിൽ നിരാഹാരം നടത്തിയിട്ട് പോലും മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UAPA നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റായി നമ്മുടെ ഗവൺമെൻറ് മാറാൻ പാടില്ല. 2 ചെറുപ്പക്കാരുണ്ട് കോഴിക്കോട്, അലനും താഹയും. ആ വിഷയം കൊച്ചു കാര്യമല്ല. അവർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തെറ്റാണ്. അത് മാവോയിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ തെറ്റാണെന്ന് പറയണം. CPIയും പറയും, എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട്. രാഷ്ട്രീയമായ നിലപാടിൻ്റെ പേരിൽ 2 ചെറുപ്പക്കാരെ കേസെടുക്കാം ന്യായമുണ്ടെങ്കിൽ. പക്ഷേ UAPA അവരുടെ കേസെടുത്തുകൊണ്ട് അവരെ ജീവിതകാലം മുഴുവനും കെട്ടിപ്പൊട്ടുന്ന ഒരു ഗവൺമെൻറ്റായി LDF സർക്കാർ മാറാൻ പാടില്ല. കുടുംബശ്രീ അംഗങ്ങളെ വിവിധ സർക്കാർ വകുപ്പുകളിൽ തിരികെ കയറ്റുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും PSCയെയും നോക്കുകുത്തിയാക്കുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തനം തൃപ്തികരമല്ല, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ലക്ഷ്യം കണ്ടില്ല തുടങ്ങിയ വിമർശനങ്ങളും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ സഞ്ജു സാംസൺ നയിച്ച സെക്രട്ടറി 11 മിന്നും ജയം. പുതിയ ഫ്ലഡ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശന മത്സരത്തിൽ സഞ്ജു നയിച്ച KCA സെക്രട്ടറി 11 സച്ചിൻ ബേബിയുടെ പ്രസിഡന്റ് 11-നെ 1 വിക്കറ്റിന് തോൽപ്പിച്ചു. സഞ്ജു 35 പന്തിൽ 54 റൺസ് എടുത്തു. വർഷത്തെ IPL സീസണിന് ശേഷം ഫ്ലഡ് ലൈറ്റിൽ ആദ്യമായി ഇറങ്ങിയ സഞ്ജുവിന്റെയും സച്ചിന്റെയും ടീമുകൾ കാഴ്ചവെച്ചത് ആവേശോജ്വലമായ മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത പ്രസിഡന്റ് 11 നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജുവും സംഘവും 2 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 29 പന്തിൽ 69 റൺസ് എടുത്ത വിഷ്ണു വിനോദിന്റെയും 36 പന്തിൽ 54 റൺസ് എടുത്ത സഞ്ജുവിന്റെയും ബാറ്റിംഗ് പ്രകടനമാണ് സെക്രട്ടറി 11 വിജയവഴിയൊരുക്കിയത്. 29 പന്തിൽ 60 റൺസ് നേടിയ രോഹൻ കുന്നുമ്മൽ, 18 പന്തിൽ 47 റൺസ് എടുത്ത അഭിജിത്ത് പ്രവീൺ എന്നിവരുടെ പ്രകടനമാണ് പ്രസിഡന്റ് 11 കരുത്തായത്. ജയപരാജയം മാറിമറിഞ്ഞ മത്സരത്തിൽ 2 പന്ത് ബാക്കി നിൽക്കെ 6 അടിച്ച് ബേസിൽ തമ്പി വിജയമുറപ്പിച്ചു. KCLലേക്ക് എത്തുന്നതിന്റെയും സ്വന്തം ചേട്ടന് കീഴിൽ കളിക്കുന്നതിന്റെ സന്തോഷവും സഞ്ജു സാംസൺ പങ്കുവച്ചു. വലിയ എക്സൈറ്റഡ് ആണ്. വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മുടെ കൂടെ കളിക്കുന്ന കുറേ പ്ലേയേഴ്സിന് വലിയ സന്തോഷമാണ്. ഞങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒന്നിച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട്
വെയിറ്റ് ചെയ്യുന്നത് അതെങ്ങനെ ആയിരിക്കും. ഞാൻ ഇതുവരെ ചേട്ടൻ്റെ അണ്ടറിൽ കളിച്ചിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ടാണ് ചേട്ടൻ്റെ ക്യാപ്റ്റൻസി കളിക്കാൻ പോകുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമാണ് സഞ്ജു സാംസൺ. ആദ്യ സീസണിൽ ഇല്ലാതിരുന്ന സഞ്ജു 26.80 ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ടീമിനൊപ്പം ചേർന്നിരിക്കുന്നത്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് 4 നഗരങ്ങൾ സന്ദർശിക്കും. ഡൽഹിയിലെത്തുന്ന മെസ്സി പ്രധാനമന്ത്രിയെയും കാണും. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് മെസ്സിയുടെ സന്ദർശനം. അതേസമയം AFC ചാമ്പ്യൻസ് ലീഗിൽ FC ഗോവയും അൽ നസറും ഒരേ ഗ്രൂപ്പിലെത്തി. ഗോവയിൽ കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അർജന്റീന ഫുട്ബോൾ ടീം നായകൻ ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തും. ഇന്ത്യയിലേക്ക് വരാൻ മെസ്സിയുടെ ഏജന്റ് കൂടിയായ പിതാവ് ജോർജെ മെസ്സിയുടെയും സംഘത്തിന്റെയും അനുമതി ലഭിച്ചുവെന്ന് കൊൽക്കത്തയിലെ വ്യവസായി സദാദ്രു ദത്ത വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞു. ഡിസംബർ 12 കൊൽക്കത്തയിലെത്തുന്ന മെസ്സി 13 അഹമ്മദാബാദ്, 14 മുംബൈ, 15 ദില്ലി നഗരങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സദാദ്രു ദത്ത പറഞ്ഞു. അതേസമയം AFC ചാമ്പ്യൻസ് ലീഗിൽ ISL ടീമായ FC ഗോവയും സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നസറും ഒരേ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പിൽ ഗ്രൂപ്പ് ഡിയിലാണ് FC ഗോവ അൽ നസറിനൊപ്പം ഇടം നേടിയത്. അൽ നസറിനും FC ഗോവയ്ക്കുമൊപ്പം ഇറാഖിൽ നിന്നുള്ള അൽ സവാര FCയും തജിക്കിസ്ഥാനിൽ നിന്നുള്ള FC ഇസ്റ്റിക്ലോളുമാണ് ഇടം നേടിയത്. അൽ നസറിന്റെ ഗ്രൂപ്പിൽ ഇടം നേടിയതോടെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇന്ത്യയിൽ കളിക്കാനുള്ള വഴിയൊരുങ്ങി. എന്നാൽ AFC ചാമ്പ്യൻസ് ലീഗ് എവേ മത്സരങ്ങളിൽ കളിക്കുന്നതിൽ നിന്ന് അൽ നസർ റൊണാൾഡോയുമായുള്ള കരാറിൽ ഇളവ് നൽകിയിട്ടുള്ളതിനാൽ താരത്തിന് വിട്ടുനിൽക്കുന്നതിന് തടസ്സമില്ല. എങ്കിലും കഴിഞ്ഞ സീസൺ ഒടുവിൽ അൽ നസറുമായുള്ള കരാർ 2 വർഷത്തേക്ക് കൂടി പുതുക്കിയ റൊണാൾഡോ ഗോവയിൽ കളിക്കാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിന് ആവേശത്തുടക്കം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ പോരാട്ടത്തിൽ ബോൺമൗത്തിനെതിരെ നാടകീയ വിജയം സ്വന്തമാക്കി ലിവർപൂൾ. ആവേശകരമായ മത്സരത്തിൽ 4-2 ലിവർപൂൾ വിജയിച്ചത്. സ്പാനിഷ് ലീഗിൽ ജെറോണയെ വീഴ്ത്തി റയോ വെല്ലക്കാനോ 1-3 ഗോളുകൾക്കായിരുന്നു റയോയുടെ ജയം. ഫ്രഞ്ച് ലീഗിൽ ആദ്യ ജയം സ്വന്തമാക്കി റെനേഴ്സും. മാർസെല്ലയെ എതിരില്ലാത്ത 1 ഗോളിനാണ് റെനേഴ്സ് പരാജയപ്പെടുത്തിയത്. ഈ ഒരു റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.